ഇപ്പം വാട്സപ്പിൽ നമ്മൾ ഒരു വീഡിയോ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വാട്സപ്പ് അത് അഡ്ജസ്റ്റ് ആക്കുന്നതായിരിക്കും. ഇനി HD വീഡിയോസ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എന്നാലും ക്വാളിറ്റിയിൽ ചെറിയ കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും. ഇപ്പോൾ 4K വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഡൗൺ സ്കെയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ക്വാളിറ്റിയിൽ തന്നെ വാട്സപ്പിൽ വീഡിയോ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈവൻ അത് 4K വീഡിയോ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ സെൻഡ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെ ഒരു വീഡിയോ ഫുൾ ക്വാളിറ്റിയിൽ നമുക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നിങ്ങൾക്ക് വീഡിയോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ പിന്ന് പോലത്തെ ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറി എന്നുള്ള ഓപ്ഷനൊക്കെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യരുത്, പകരം ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡോക്യുമെന്റ് സെലക്ട് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചൂസ് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇതിൽ നിന്ന് ഒരു വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിളിന് എനിക്ക് ഈ ഒരു വീഡിയോ ആണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഇപ്പം ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്താൽ ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു വീഡിയോയുടെ സൈസ് കാണിക്കുന്നത് 387 MB ആണ്. ഇപ്പോൾ ഗാലറിയിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഇതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 387 MB തന്നെയാണ് ഇതിൻ്റെ ഫയൽ സൈസ് വരുന്നത്. അപ്പം ഫയലിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഇനി ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അവർക്ക് സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ വീഡിയോസ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.